ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് രേഖികം എന്നുള്ള മെത്തേഡിൽ ചുരുൾ ഷെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ചുരുളെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് വർക്കിലാണ് മെയിനായിട്ട് വരുന്നത്. അതിനകത്ത് ചിലർ റെഡ്, ചിലർ ഗ്രീൻ കൊടുക്കാറുണ്ട്. ചിലർ ബ്ലൂവും കൊടുക്കാറുണ്ട്. ഇതിനകത്ത് ഇപ്പം മുരുക ഭഗവാന്റെ പടമാണ് ചെയ്യുന്നത്. ഈ ഇടക്കാലങ്ങളിൽ മുരുക ഭഗവാന്റെ കേരള മ്യൂറൽ കുറേ നമുക്ക് വരുന്നുണ്ട് കാണാനായിട്ട്. അപ്പോൾ അതിനകത്ത് ഇത് പഴനിമല മുരുകനായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ ഭംഗിയാണ് കേട്ടോ. അതുകൊണ്ടാണ് റെഡ് നമുക്ക് കൂടുതൽ ബാക്ക്ഗ്രൗണ്ടിലും എല്ലാം തന്നെ നമ്മൾ കൂടുതലായിട്ട് കൊടുക്കുന്നത്. ആ ഒരു ഷെയ്ഡ് നിന്നോട്ടെ എന്ന് വിചാരിച്ച് വേറെ ഷെയ്ഡിൽ കൊടുത്തിട്ടില്ല. പിന്നെ ഒരു നാച്ചുറൽ കളറിൻ്റെ ഒരു ഫീൽ കൊണ്ടുവരാനായിട്ട് കുറച്ച് ഗ്രീനൊക്കെ ആ ഒരു ഷെയ്ഡിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിപ്പം ബോഡി പോർഷനെല്ലാം നമ്മൾ ബിന്ദുജം എന്നുള്ള ഡോട്ടഡ് ചെയ്യുന്നതാണ്. ഒരു ആർട്ടിസ്റ്റും കൂടെ ഉണ്ട്. മൈന്യൂട്ട് വർക്കൊക്കെ വളരെ നല്ല ഭംഗിയായിട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഇത് ബാക്കി ബാഷ്പം ഇടാനായിട്ട് വെള്ള വയ്ക്കുന്നുണ്ട്. പൊതുവെ നമ്മൾ ഈ വൈറ്റ് വെച്ച് തുടങ്ങുമ്പോൾ തന്നെ ഏതാണ്ട് ഫൈനൽ സ്റ്റേജിലോട്ട് ആയി വരണം എന്നാണ് അർത്ഥം. ഇവിടെയുള്ള കറക്ഷൻസും എല്ലാം തന്നെ നമ്മൾ വൈറ്റ് വെച്ചിട്ടാണ് കറക്റ്റ് ചെയ്തെടുക്കുന്നത്. ഇതിനകത്ത് ഇനിയിപ്പം കുങ്കുമപ്പൊട്ടൊക്കെ വയ്ക്കാനുണ്ട്. ഇപ്പോൾ ഭസ്മമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നഖത്തിൻ്റെ പോർഷൻസൊക്കെ കുറച്ച് ചെയ്തായിരുന്നു. എന്തായാലും ഇനിയിപ്പോൾ ആഭരണമൊക്കെ തന്നെയും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ട്രഡീഷണൽ മെത്തേഡ് വിട്ടിട്ടില്ല. എന്നാൽ അതിൽ നിന്ന് കുറച്ച് ഒരു ചേഞ്ചസൊക്കെ വരുത്തിയിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ഒരു മനോധർമ്മമുണ്ടല്ലോ ഇതിനകത്തൊക്കെ. അപ്പോൾ അങ്ങനെയാണ് ഈ പ്രാവശ്യം ആ ഒലിവ് ഗ്രീനിൻ്റെ ഒരു ഷെയ്ഡും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് ആ ഗ്രീനിലേക്ക്. എനിക്കിപ്പോൾ ഫൈനൽ സ്റ്റേജിൽ നമ്മളിതിപ്പോൾ വെള്ള വെച്ചിട്ട് ചില ആഭരണങ്ങളൊക്കെ അവിടെയും കറക്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. ചിലതൊക്കെ റെഡ് അടിച്ചു പോരുന്നതൊക്കെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരുവാണ്. ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയാമല്ലോ. കേരളത്തിൽ ഈ മ്യൂറൽ പെയിൻറ്റിംഗ് ആണല്ലോ നമ്പർ 1 ആയിട്ടിരിക്കുന്നത്. പെയിൻറ്റിങ്ങിൽ എല്ലാവർക്കും അത് വളരെ നമ്മളുടെ ഒരു ട്രഡീഷണലിലുള്ളതാണല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. ആഭരണങ്ങളിലൊക്കെ ഉള്ള വ്യത്യാസം കണ്ടല്ലോ. എന്തായാലും ചെവിപ്പൂവിൻ്റെ അവിടെയൊക്കെ ഇനിയും നമുക്ക് ബ്ലാക്ക് ഷെയ്ഡ് വെക്കാനുണ്ട്. ഇപ്പം ഞാൻ നഖമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൈപ്പത്തിയിൽ കുറച്ചുകൂടെ ഒരു ഷെയ്ഡ് കോട്ടിങ്ങും കൂടെ കൊടുക്കണം, കുറച്ചുകൂടെ വ്യത്യസ്തപ്പെടുത്തി. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആഭരണത്തിലും കുറച്ച് മാറ്റങ്ങളൊക്കെ നമ്മൾ പുതിയ ആഭരണങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം ട്രഡീഷണൽ തന്നെയാണ്. നമുക്കിപ്പോൾ കണ്ടാറില്ല, തോൾമാലയെല്ലാം അതുപോലെ തന്നെ കൊടുത്തിരിക്കുന്നത്. മുത്തുമാലയെല്ലാം ഉണ്ട്. ഇതിന് ചെറിയ ചെറിയ ചേഞ്ചസ്. നമ്മളിതൊക്കെ നല്ല ആസ്വദിക്കുന്നവരല്ല. കേരളത്തിൽ ഇതൊക്കെ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടിട്ട് എന്നും ഇതൊക്കെ ആസ്വാദകർ ഒരുപാടുണ്ട്. ഇടയ്ക്ക് വേറെ ലാംഗ്വേജും പറയും. അതുകൊണ്ടാണ് ഇങ്ങനെ മാറിപ്പോണത്. താങ്ക് യു ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്. സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ ഫ്രണ്ട്സ്. ബൈ.